അധ്യായം 4. ഈ ജീവിതം ക്രിസ്തുവിനെ നേടേണ്ടതിനോ ക്രിസ്തുവിൻ്റെ പേരിൽ നേടേണ്ടതിനോ? ക്രിസ്തുവിനെ കൊണ്ട് ഭൗമിക നേട്ടം കൊയ്യുക എന്നതാണ് ലക്ഷ്യമെങ്കിൽ യൂദയുടെ അവസാനം നിനക്കായി കാത്തിരിക്കുന്നു. നീ ക്രിസ്തുവിനെ നേടുകയും ക്രിസ്തുവിന് വേണ്ടി നേടുകയും ചെയ്യുന്നവനോ? എന്നാൽ നീതിയുടെ കിരീടം നിനക്കായി കാത്തിരിക്കുന്നു. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനുള്ള യോഗ്യതയുടെ 8 പ്രമാണങ്ങളിൽ ഒന്നാമത്തെ പ്രമാണത്തെക്കുറിച്ചാണ് നാം കഴിഞ്ഞ അധ്യായത്തിൽ ചിന്തിച്ചത്. ആത്മാവിൽ ദരിദ്രനാവുക എന്നതിൻ്റെ അർത്ഥം സ്വയത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ദൈവം തൻ്റെ സൃഷ്ടികളെ 6 രാജ്യങ്ങളിൽ അഥവാ ലോകങ്ങളിൽ സൃഷ്ടിച്ചിരിക്കുന്നു. 1. മൂലകങ്ങളുടെ ലോകം, കിങ്ഡം ഓഫ് എലമെന്റ്. 2. സസ്യങ്ങളുടെ ലോകം, കിങ്ഡം ഓഫ് പ്ലാന്റ്സ്. 3. ജന്തുക്കളുടെ ലോകം, കിങ്ഡം ഓഫ് ആനിമൽസ്. 4. മനുഷ്യലോകം, കിങ്ഡം ഓഫ് മാൻ. 5. പിശാചിൻ്റെ ലോകം, കിങ്ഡം ഓഫ് സൈത്താൻ. 6. ദൈവരാജ്യം, കിങ്ഡം ഓഫ് ഗോഡ്. മേൽപ്പറഞ്ഞ രാജ്യങ്ങൾക്ക് ഉപശാഖകളും ദൈവം വച്ചിട്ടുണ്ട്. ഈ ലോകങ്ങൾക്കെല്ലാം അഥവാ രാജ്യങ്ങൾക്കെല്ലാം അതിൻ്റെ നിലനിൽപ്പിനു വേണ്ടി പ്രത്യേകം വ്യവസ്ഥകൾ നിശ്ചയിച്ചിരിക്കുന്നു. ഉദാഹരണമായി സസ്യലോകത്തിൻ്റെ കാര്യമെടുക്കാം. അത് മണ്ണിൽ ജീവിക്കണമെന്നാണ് ദൈവിക വ്യവസ്ഥ. അതിൻ്റെ നിലനിൽപ്പ് തന്നെ മണ്ണിനെ ആശ്രയിച്ചാണിരിക്കുന്നത്. മണ്ണിൽ വസിക്കുമ്പോൾ മണ്ണിലുള്ളതെല്ലാം സസ്യത്തിലും വസിച്ചെങ്കിലേ അതിന് വളരാൻ സാധിക്കുകയുള്ളൂ. സസ്യത്തെ മണ്ണിൽ നിന്ന് പിഴുതെടുക്കുമ്പോൾ മണ്ണിലടങ്ങിയിരിക്കുന്ന മൂലകങ്ങളും ജലവും മറ്റും അതിന് വലിച്ചെടുക്കുവാൻ സാധിക്കാതെ വരികയും തൽഫലമായി അതിൻ്റെ ഇലയും തണ്ടും വേരുമെല്ലാം ശുഷ്കിച്ച് പൂവും കായുമില്ലാതെ ഉണങ്ങിക്കരിഞ്ഞു പോവുകയും ചെയ്യുന്നു. അതായത് ദൈവം സസ്യങ്ങൾക്ക് വസിക്കുവാനുള്ള വാസസ്ഥലം അഥവാ ഹാബിറ്ററ്റ് മണ്ണായി നിജപ്പെടുത്തിയിരിക്കുന്നു. ജലജന്തുക്കളെ സംബന്ധിച്ചിടത്തോളവും അങ്ങനെ തന്നെ. അവയ്ക്ക് വെള്ളത്തിൽ വസിക്കുവാനാണ് ദൈവം വ്യവസ്ഥ വച്ചിരിക്കുന്നത്. ജലത്തിൽ വസിക്കുകയും ജലം അവയുടെ ഉള്ളിൽ വസിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ജലജന്തുക്കൾക്ക് നിലനിൽപ്പുള്ളൂ. വെള്ളത്തിൽ നിന്ന് കരയിൽ പിടിച്ചിട്ടാൽ അവയുടെ നിലനിൽപ്പ് അപകടത്തിലാവുകയും ചത്തുപോവുകയും ചെയ്യും. പറവജാതികൾ വായുവിൽ ജീവിക്കണമെന്നാണ് ദൈവവ്യവസ്ഥ. വായു അതിൻ്റെ എല്ലുകൾക്കുള്ളിൽ വസിച്ചെങ്കിൽ മാത്രമേ അതിന് വായുവിലൂടെ പറക്കുവാൻ കഴിയൂ. ഇങ്ങനെ ഉദാഹരണങ്ങൾ പലതുണ്ടെങ്കിലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ വ്യവസ്ഥ മനുഷ്യൻ ദൈവത്തിലും ദൈവം മനുഷ്യനിലും വസിക്കണമെന്നുള്ളതാണ്. ദൈവം അദൃശ്യനാണ്. ദൈവത്തിൻ്റെ അദൃശ്യമായ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് ക്രിസ്തുവിലാകുന്നു. ക്രിസ്തു പറയുന്നു, ഒരുവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പുപോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 5-6 വാക്യങ്ങൾ. മനുഷ്യജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തുവാനുള്ള ഏകമാർഗം ക്രിസ്തുവിൽ വസിക്കുക എന്നുള്ളതാകുന്നു. മേൽപ്പറഞ്ഞതിൻ്റെ അർത്ഥം ഒരുവൻ സ്വർഗരാജ്യത്തിൽ വസിക്കണമെങ്കിൽ ക്രിസ്തുവിൽ വസിക്കുകയും ക്രിസ്തു അവനിലും വസിക്കുകയും ചെയ്യേണ്ടതാകുന്നു. അതിനുള്ള 8 പ്രമാണങ്ങളാണ് ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നതെന്ന് നാം കണ്ടുവല്ലോ. അതിലേറ്റവും ഉന്നതമായ പ്രമാണമാണ് സ്വയത്തെ ഇല്ലാതാക്കുക അഥവാ ആത്മാവിൽ ദരിദ്രനാവുക എന്നത്. ആത്മാവിൽ ദരിദ്രനാകാത്ത ആർക്കും തന്നെ ക്രിസ്തുവിനെ ഉള്ളത്തിൽ സ്വീകരിപ്പാൻ കഴിയുകയില്ല. ക്രിസ്തു ലോകത്തിലായിരുന്ന സമയത്ത് നടന്ന സംഭവങ്ങൾ എല്ലാം തന്നെ പ്രസ്തുത വസ്തുതയെ സ്ഥിരീകരിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങളിൽ കുരുടനായ ഒരു ഭിക്ഷക്കാരൻ്റെ സൗഖ്യത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു അവനെ വിളിപ്പീൻ എന്നു പറഞ്ഞു. ശിഷ്യന്മാർ കുരുടനെ വിളിച്ചു. അവൻ തൻ്റെ പുതപ്പ് ഇട്ടുകളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശു അവനോട്, പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നു പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ച് യാത്രയിൽ
യേശുവിനെ അനുഗമിച്ചു. യേശുവിൻ്റെ അടുക്കൽ വരുന്നതിന് കുരുടന് തടസ്സമായി നിന്നത് അവൻ്റെ പുതപ്പായിരുന്നു. അത് എറിഞ്ഞു കളഞ്ഞപ്പോൾ അവന് പിടിച്ചുകൊള്ളുവാൻ ഈ ലോകത്ത് ഒന്നുമില്ലായിരുന്നു. ഉണ്ടായിരുന്നത് താൻ ഉപേക്ഷിച്ചു. ശിഷ്യന്മാർ കർത്താവിനെ സ്വീകരിക്കുന്ന കാര്യം ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാത്ത ശിഷ്യന്മാർ കർത്താവിൻ്റെ വാക്കിന് വലയിറക്കിയപ്പോൾ 2 പടകും മുങ്ങുമാറ് പെരുത്ത മീൻ ലഭിച്ചു. പത്രോസ് യേശുവിനോട്, കർത്താവേ, ഞാൻ പാപിയായൊരു മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. യേശു പത്രോസിനോട്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യനെ പിടിക്കുന്നവനാകും എന്ന് പറഞ്ഞു. അങ്ങനെ പത്രോസും യാക്കോബും യോഹന്നാനും നിറഞ്ഞ പടകുകളെയും സകലത്തെയും വിട്ട് യേശുവിനെ അനുഗമിച്ചു. മേൽപ്പറഞ്ഞ 2 സംഭവങ്ങളിൽ കുരുടൻ തനിക്കുണ്ടായിരുന്ന ഏക സ്വത്തായ പുതപ്പ് ഉപേക്ഷിക്കുകയും ശിഷ്യന്മാർ 3 പേരും സകലവും വിട്ട് യേശുവിനെ അനുഗമിക്കുകയും ചെയ്തതായി കാണുന്നു. യേശുവിനോടുകൂടെ നാം വസിക്കണമെങ്കിൽ, അഥവാ യേശു നമ്മിൽ വസിക്കണമെങ്കിൽ സകലവും വിട്ട് യേശുവിനെ അനുഗമിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു സന്ദർഭത്തിൽ ധനവാനായൊരു ചെറുപ്പക്കാരൻ യേശുവിനടുത്ത് വന്ന് മുട്ടുകുത്തി, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. നീ 10 കൽപ്പനകളെ പ്രമാണിക്കുന്നുവോ എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് അവൻ, ഇവയൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ചു വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അതിന് യേശു, നീ പറഞ്ഞത് ശരി, ഒരു കുറവ് നിനക്കുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക, പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞപ്പോൾ അവൻ വളരെ സമ്പന്നനാകൊണ്ട് ഈ വചനത്തിൽ ദുഃഖിച്ചു പോയി കളഞ്ഞു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. മേൽപ്പറഞ്ഞ സംഭവങ്ങൾ എല്ലാം തന്നെ നാം ക്രിസ്തുവിൽ വസിക്കണമെങ്കിൽ, ക്രിസ്തു നമ്മിൽ വസിക്കണമെങ്കിൽ ആത്മാവിൻ്റെ ദരിദ്രാവസ്ഥ എന്നതിൻ്റെ ഉച്ചകോടിയിൽ നാം എത്തേണ്ടത് ആവശ്യമായിരിക്കുന്നു. ആത്മാവിൽ ദരിദ്രനാകാത്ത ആർക്കും തന്നെ സ്വർഗരാജ്യത്തിൽ പ്രവേശനമില്ല. ക്രിസ്തു നമുക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന് അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായിത്തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. 2 കൊരിന്ത്യർ 8-ാം അധ്യായം 9-ാം വാക്യം. പാപിയായ മനുഷ്യനെ നേടേണ്ടതിന് കർത്താവ് ഈ ഭൂമിയിൽ വന്നു. ഒരു പാട്ടുകാരൻ ഇപ്രകാരം പാടിയിരിക്കുന്നു: നത്തിങ് ഇൻ മൈ ഹാൻഡ് ഐ ബ്രിങ്, സിംപ്ലി ടു ദ ക്രോസ് ഐ ക്ലിങ്, ഫോളോ ടു ദ ഫൗണ്ട് ആൻഡ് ഫ്ലൈ, വാഷ് മീ സേവിയർ ഓർ ഐ ഡൈ. ഇന്നത്തെ ക്രൈസ്തവ ലോകം ക്രിസ്തുവിൻ്റെ പ്രമാണത്തെ മറിച്ചു കളഞ്ഞിരിക്കുന്നു. ഇന്ന് ക്രൈസ്തവ ലോകത്തിൽ 3 തരത്തിലുള്ള ആളുകളാണ് ഉള്ളത്. 1, ക്രിസ്തുവിനെ കൊണ്ട് ഭൗതിക നേട്ടം കൊയ്യുന്നവർ. 2, ക്രിസ്തുവിനെ നേടുന്നവർ. 3, ക്രിസ്തുവിനു വേണ്ടി നേടുന്നവർ. ക്രിസ്തീയ മണ്ഡലത്തിൽ 90% ആളുകളും ക്രിസ്തുവിനെ പിൻപറ്റുന്നത് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയാണ്. ഇവർ പ്രതിനിധാനം ചെയ്യുന്നത് മടിശീലയുമായി യേശുവിനെ പിൻപറ്റിയ ഇസ്കരിയോത്ത യൂദയെയാണ്. യൂദ യേശുവിനെ പിൻപറ്റിയതിൻ്റെ ഏക ലക്ഷ്യം പണസമ്പാദനമായിരുന്നു. അരക്കാശിന് വകയില്ലാതിരുന്ന കർത്താവിനെ സഹായിച്ചിരുന്നത് ഹെരോദാവിൻ്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ യോഹന്നെയും ശൂശന്നെയും തങ്ങളുടെ വസ്തുവക കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്ത മറ്റു പല സ്ത്രീകളുമായിരുന്നു. അവർ കൊടുക്കുന്ന പണം മടിശീലയിലിട്ട് നിറയ്ക്കുകയായിരുന്നു യൂദ ചെയ്തിരുന്നത്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഇത് ദരിദ്രന്മാരെക്കുറിച്ച് വിചാരമുണ്ടായിരുന്നിട്ടല്ല, അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി തൻ്റെ പക്കൽ ആകയാൽ അതിൽ ഇട്ടത് എടുത്തു വന്നതുകൊണ്ടും അത്രേ പറഞ്ഞത്. ഇന്നത്തെ ക്രൈസ്തവ ലോകത്തിലെ നല്ലൊരു ശതമാനം സുവിശേഷകരും യൂദയെപ്പോലെ ദരിദ്രരുടെ പേരിൽ കടലും കരയും താണ്ടി ഏലീശയുടെ ദാസനായ ഗേഹസിയെപ്പോലെ ധനസമ്പാദനത്തിനു വേണ്ടി
ഓടുകയാണ്. അവർ നടത്തുന്ന ബൈബിൾ സ്കൂളുകളും ട്രസ്റ്റുകളും എല്ലാം ഇതിനു വേണ്ടിയുള്ള പുകമറ മാത്രമാണ്. ഇവർ വേറൊരു ആത്മാവിനെ കൈക്കൊള്ളുന്നു, വേറൊരു സുവിശേഷം മനുഷ്യർക്ക് നൽകുന്നു. ഇവർ പ്രസംഗിക്കുന്ന യേശു കർത്താവായ യേശുക്രിസ്തു അല്ല. ഇവർ പ്രസംഗിക്കുന്ന മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്ന യോഗങ്ങളിൽ പീലാത്തോസിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നു. ഹേരോദാവിനെ കൊണ്ടും മഹാപുരോഹിതനായ ഖന്നാവിനെ കൊണ്ടും കയ്യഫാവിനെ കൊണ്ടും ആശംസാ പ്രസംഗം നടത്തുന്നു. 100 വെച്ചാൽ 1000 കിട്ടുമെന്നും 1000 വെച്ചാൽ 10,000 കിട്ടുമെന്നും 10,000 കൊടുത്താൽ 1,00,000 കിട്ടുമെന്നും പ്രസംഗിക്കുന്നു. ഇവർ ജനത്തെ വഞ്ചിച്ച് കോടികൾ സമ്പാദിക്കുന്നു. നിത്യജീവന് പകരം ഭൗതിക നന്മകൾ, രോഗസൗഖ്യം, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ എന്നിവ വാഗ്ദാനം ചെയ്യുന്നു. ഇവർ സമൃദ്ധിയുടെ സുവിശേഷമാണ് പ്രസംഗിക്കുന്നത്. മേൽപ്പറഞ്ഞ സംഗതികൾ നമ്മുടെ ചുറ്റുപാടും നടക്കുമ്പോൾ യേശു ഇന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിൽ വിശപ്പടക്കുവാൻ വളരെ പ്രതീക്ഷയോടെ അത്തിവൃക്ഷത്തിൻ്റെ ഇലപൊക്കി നോക്കിയപ്പോൾ ഫലം കാണാതെ ദുഃഖിച്ചതുപോലെ ആകുമായിരുന്നു. സമൃദ്ധിയിൽ നിന്ന് ലഭിച്ച കോടികൾ കൊണ്ട് കെട്ടിപ്പൊക്കിയ കൊട്ടാരങ്ങളിൽ ഈ സുവിശേഷകർ ഉറങ്ങുമ്പോൾ യേശുവോ ഒലിവുമലയുടെ ചരിവിൽ പച്ചപ്പുൽപ്പുറത്ത് വലങ്കൈ തലയിണയാക്കി വെച്ചുറങ്ങുന്നു. വേർപെട്ട സമൂഹങ്ങളിൽ കോടികൾ ചെലവാക്കി പണച്ചാക്കുകളെ കൂട്ടുപിടിച്ച് ഇങ്ങനെയുള്ളവർ നേതൃസ്ഥാനത്തേക്ക് വരുവാൻ പദ്ധതികൾ തയ്യാറാക്കുന്നു. എന്നാൽ സമ്പന്നരിൽ സമ്പന്നനായിരുന്ന അപ്പോസ്തലനായ പൗലോസ് ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ക്രിസ്തുവിനെ നേടേണ്ടതിന് താൻ സകലവും ഉപേക്ഷിച്ചു. പുതയ്ക്കുവാൻ ഒരു പുതപ്പുപോലുമില്ലാതെ ക്ഷുദ്രജീവികൾ തലങ്ങും വിലങ്ങും ഓടി നടക്കുന്ന ഇരുളടഞ്ഞ കാരാഗ്രഹത്തിലിരുന്നു കൊണ്ട് ഇപ്രകാരം എഴുതി: യേശുക്രിസ്തുവിൻ്റെ കാര്യമല്ല, സ്വന്ത കാര്യമത്രേ എല്ലാവരും നോക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 21-ാം വാക്യം. അദ്ദേഹം തീമത്തിയോസിനോട് പറയുന്നത് ശ്രദ്ധിക്കൂ: എല്ലാവരും എന്നെ കൈവിട്ടു. 2 തീമത്തിയോസ് 4-ാം അധ്യായം 16-ാം വാക്യം. തനിക്കുണ്ടായിരുന്നതെല്ലാം ക്രിസ്തുവിനെ നേടേണ്ടതിനും ക്രിസ്തുവിനു വേണ്ടി നേടേണ്ടതിനുമായി ചെലവഴിച്ചു. താൻ അവസാനമായി പറയുന്ന വാക്കുകൾ ഇപ്രകാരമാണ്: ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. 2 തീമത്തിയോസ് 4-ാം അധ്യായം 8-ാം വാക്യം. സ്നേഹിത, നീ ഏതു കൂട്ടത്തിൽ? ക്രിസ്തുവിനെ കൊണ്ട് നേട്ടം കൊയ്യുന്നവനോ? എങ്കിൽ യൂദയുടെ അവസാനം നിനക്കായി കാത്തിരിക്കുന്നു. നീ ക്രിസ്തുവിനെ നേടുകയും ക്രിസ്തുവിന് വേണ്ടി നേടുകയും ചെയ്യുന്നവനോ? എന്നാൽ നീതിയുടെ കിരീടം നിനക്കായി കാത്തിരിക്കുന്നു. ഇന്നത്തെ ഓഡിയോ ബുക്ക് ICPF ആന്തത്തോടുകൂടി അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ.